നിക്ക് അമ്മേ, അമ്മേ ഒച്ചയെടുക്കരുത്, ഒച്ചയെടുക്കരുത്, ഒച്ചയെടുക്കരുത്. കാര്യം നിക്കൂ അമ്മേ, ഒച്ചയെടുക്കരുത്. കാര്യം പറയൂ. അവിടെ ഒരാളുണ്ട്, കാര്യം പറയൂ. അവിടെ പറയൂ, അവിടെ പറയൂ, അവിടെ പറയൂ. ഒച്ചയെടുക്കരുത്. അല്ലല്ല, കാര്യം പറയൂ. ആവശ്യം പറയൂ അവിടെ. ആ പറയൂ. നമസ്കാരം. എനിക്ക് നീതി കിട്ടണം മോനെ, മോനെ ഇവർ എന്നെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വേദിയിലെത്തിയ ഒരു അമ്മയോട് ഒച്ചയെടുക്കരുത്, കാര്യം പറയൂ എന്ന് സുരേഷ് ഗോപി. ചേർത്ത് പിടിച്ചതും തലോടിയതും വെറും അധികാര ഗർവിന് വേണ്ടിയാണെന്ന് വീണ്ടും വീണ്ടും സുരേഷ് ഗോപി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇലക്ഷൻ സമയത്തായിരുന്നെങ്കിൽ സുരേഷ് ഗോപി സ്റ്റേജിൽ നിന്നും ചാടിയിറങ്ങി അവരെ കെട്ടിപ്പിടിച്ച് ഷോ നടത്തിയേനെ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പരിഹാസം. നിങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞാൻ ഡൽഹിയിൽ കാവലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി MP ആയതും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായതും. നാളിതുവരെ കേരളത്തിന് ഒരു സഹായവും ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും തൻ്റെ മുന്നിൽ സഹായവുമായിട്ട് കരഞ്ഞ ഒരു അമ്മയെ പൊതുവേദിയിൽ പ്രസംഗിക്കവേ തൻ്റെ മുന്നിൽ ഒച്ച വയ്ക്കരുത് എന്നായിരുന്നു സുരേഷ് ഗോപി കൊടുത്ത മറുപടി. സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തിയെ രണ്ട് കോണിലൂടെയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വീക്ഷിക്കുന്നത്. അതിലൊന്ന്, സുരേഷ് ഗോപി പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്നും ഒച്ചയെടുക്കാതെ കാര്യം പറയാനാണ് പറഞ്ഞതെന്നും അതും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പെരുമാറിയതെന്നുമാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നതാകട്ടെ, ആ അമ്മയെ ഇങ്ങ് വരൂ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് കാര്യം തീർക്കേണ്ട സുരേഷ് ഗോപി, താങ്കൾ എന്താണ് ആ അമ്മയോട് പറയുന്നത്? അവരുടെ വിഷമം ഒന്ന് മനസ്സിലാക്കേണ്ടേ? ആ അമ്മയുടെ അടുത്ത് പോയി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ ആ പ്രശ്നം തീർത്തു കൊടുക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ആ അമ്മ സന്തോഷത്തോടെ തിരിച്ചു പോയേനെ എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പൊതുജനം പറയുന്നത്. അവരെ പ്രധാനമന്ത്രി അടുത്ത് വിളിച്ച് സംസാരിച്ചേനെ. പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ, സ്ഥാനം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ജനപ്രതിനിധി അയാൾ പറയാൻ പാടില്ലാത്ത വാക്കുകളും പ്രവൃത്തികളുമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി ജനങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ എന്നെ സഹായിക്കണം മോനെ, ഇവർ എന്നെ ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞ് കരയുന്ന ഒരു അമ്മയോട് ഒച്ച വയ്ക്കരുത് എന്ന് ആജ്ഞാപിക്കുന്ന സുരേഷ് ഗോപിയെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അവിടെ നടന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരു ഫോൺ കോളിൽ മറ്റും ഓടിയെത്തിയവരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും. ഇവിടെ പേരെടുത്ത് വിളിച്ച് പറയുവാൻ സത്യത്തിൽ ഇവിടെ ആരൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തമായ കണക്ക് പോലുമില്ല. വിചാരിച്ചതിനെയും പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വളരെ കൂടുതൽ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഹെൽത്തിൽ നിന്ന് വിളിച്ചു, ഹെൽത്ത് വിട്ടുപോയി എന്ന് പറയുന്ന കുറ്റബോധത്തിന് അവസ്ഥ ഈ സംഘാടകരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. എല്ലാവരും ഹൃദയപൂർവ്വം വന്ന് എല്ലാ പദ്ധതികളിലും പങ്കുചേർന്ന് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരെയും വിട്ടുപോയി എന്ന് വരരുത്. ആരെങ്കിലും ആ അമ്മയെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. എന്ത് ബാഗ്? നിക്ക് അമ്മേ, അമ്മേ ഒച്ചയെടുക്കരുത്, ഒച്ചയെടുക്കരുത്, ഒച്ചയെടുക്കരുത്. കാര്യം നിക്കൂ അമ്മേ, ഒച്ചയെടുക്കരുത്. കാര്യം പറയൂ. അവിടെ ഒരാളുണ്ട്, കാര്യം പറയൂ. അവിടെ പറയൂ, അവിടെ പറയൂ, അവിടെ പറയൂ. ഒച്ചയെടുക്കരുത്. അല്ലല്ല, കാര്യം പറയൂ. ആവശ്യം പറയൂ അവിടെ. ആ പറയൂ. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.